ആട് 3 എന്ന സിനിമ ഞാൻ ഇപ്പോൾ കണ്ടു. അത് നഗരങ്ങൾ ചന്ദ്രാവാർക്കാവിലെ പല സീക്വൻസുകളും അതിനകത്ത് സാമ്യമുണ്ട്. ഒരിക്കലും ഇംഗ്ലീഷ് സിനിമകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. എന്റെ പല സിനിമകൾക്കും സ്ക്രിപ്റ്റും പൂർണ്ണമായിട്ട് ഉണ്ടാവാറില്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും, ആ ലൊക്കേഷൻ വെച്ചായിരിക്കും മിക്കവാറും അതൊന്ന് ഇംപ്രൂവൈസ് ചെയ്യുക. മിക്കവാറും എല്ലാ സിനിമകൾക്കും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. വായിച്ച് ഇഞ്ചത്ത് വൈകിട്ട് പറഞ്ഞു ഇത് ശരിയാവില്ല, അത് പൊളിക്കണം, ഇതിന്റെ ഒരു വില്ലനിയൊക്കെ കുറച്ചുകൂടെ നമുക്ക് നാടൻ രീതിയിലാക്കാം എന്ന് പറഞ്ഞ് ഒരു രാത്രി കൊണ്ടാണ് അതിന്റെ വൺ ലൈൻ പൊളിച്ചുണ്ടാക്കുന്നത്. ഇപ്പൊ ശ്രദ്ധിക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് സിനിമ സമയമാണ്. അപ്പോൾ ഞാൻ എനിക്കൊരു ക്യാരക്ടർ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് എന്നെ വേണ്ട ഒഴിവാക്കുന്നു, തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ പറ്റില്ല, നീ ഞാൻ ചെയ്തേ പറ്റുള്ളൂ. ഇതിലോട്ടം പപ്പു മരിച്ച ദിവസമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിൽക്കുകയായിരുന്നു രഞ്ജിത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ചെയ്യാൻ രഞ്ജിപ്പിങ്, നമ്മുടെ ഷൂട്ടിലൊക്കെ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് രഞ്ജി മാറി കാറിപ്പോയിരുന്നിട്ട് ഒന്ന് എഴുതിയെടുത്തോളാമെന്ന് പറഞ്ഞ് പുള്ളി ഫോണിൽ പറഞ്ഞു തന്നിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റേതായ ഒരു സിഗ്നേച്ചറിന് വേണ്ടി ഞാൻ സിനിമ ചെയ്യാറില്ല. സലിംകുമാറിന്റെ സീക്വൻസ് ഉണ്ട്, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഹരിശ്രീ അശോകൻ വെച്ചിരുന്ന വേഷമോ, അശോകനൊന്നും വരാൻ പറ്റില്ല, ഞങ്ങൾക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജോണറിൽ പോരുന്ന ആഗ്രഹമുള്ള ആളാണ്. നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ജോണറല്ല. ഇപ്പം ഞാനൊരു കോമഡി സിനിമയിൽ ഷോർട്സ് വെച്ചിട്ട് അല്ലെങ്കിൽ അത് ആ രീതിയിലുള്ള ടെക്നോളജി വെച്ചിട്ട് കളിച്ചിട്ട് കാര്യമില്ല. കോമഡി സിനിമ എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആണ്. ചില സോഷ്യൽ മീഡിയകളിലൊക്കെ കുറെ എതിർപ്പും തെറിവിളിയൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അത് ഞാൻ കാര്യമാക്കുന്നില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. മലയാളത്തിൽ തന്നെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും സ്റ്റൈലിഷായ ചില സിനിമകളുടെ സംവിധായകൻ. എന്നാൽ കണ്ടാൽ ഒരു ഗ്രാമീണനായതുകൊണ്ട് അത്ര എളുപ്പത്തിൽ വിശ്വസിക്കാനാവില്ല ഇയാൾ തന്നെയാണോ ഇതെല്ലാം സംവിധാനം ചെയ്തത് എന്നത്. ആ വിധത്തിൽ ഫിൽമോഗ്രഫിയിൽ ഏറ്റവും അധികം വേഴ്സറ്റാലിറ്റി ഉള്ള ഒരു അണ്ടർ റേറ്റഡ് ജീനിയസ് ആണ് എന്നോടൊപ്പം ഉള്ളത്. വിജി തമ്പി സർ, നമസ്കാരം. നമസ്കാരം. അങ്ങനെ ഒരു ഖ്യാതിയുണ്ട്. അതായത് ഇപ്പോൾ കൃത്യം പോലൊരു സിനിമ, അപ്പോൾ ആ സിനിമയുടെ വിജയപരാജയ സാധ്യതകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അതിലുണ്ടായിരുന്ന കോസ്റ്റ്യൂംസ്, അതിൻ്റെ മേക്കിംഗ്, ഷോർട്ട് ഡിവിഷൻ, ലൈറ്റിങ്, എഡിറ്റ് പാറ്റേൺ, അതൊക്കെ വളരെ പുതിയതായിരുന്നു ആ സമയത്ത്. അതായത് ഒരു യങ് ആയിട്ടുള്ളൊരു, നമ്മുടെ അങ്ങനെ പ്രായത്തെ അധികരിച്ച് പറയാലോ, വളരെ യങ് ആയിട്ടുള്ള ഒരാൾ ഡയറക്റ്റ് ചെയ്ത പോലെയാണ് കൃത്യം കാണുമ്പോൾ തോന്നുക. ബഡാദോസ്, അതിനകത്ത് വന്നിട്ടുള്ള ടെക്നോളജി കാര്യങ്ങൾ, സത്യമേവ ജയത ഓഫ് കോഴ്സ് പേഴ്സണൽ ഫേവറേറ്റ് സത്യമേവ ജയതയാണ്. പലപ്പോഴും ആളുകൾക്ക് ഇത് വിജയ് തമ്പി ഡയറക്റ്റ് ചെയ്തതാണെന്ന് അറിയാത്ത അവസ്ഥ അങ്ങനെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജോണറിൽ പോരുന്ന ആഗ്രഹമുള്ള ആളാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ജോണറല്ല. നമുക്കൊരു കഥ കേൾക്കുമ്പോൾ ആ കഥ എന്താ ആവശ്യപ്പെടുന്നത് അതുപോലെ ചെയ്യുക. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം വെർസറ്റാലിറ്റി ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ ലിസ്റ്റിലുള്ള ആക്ഷൻ ഓറിയന്റഡ് സിനിമ ആയാലും ശരി, അല്ലെങ്കിൽ കുറച്ച് ഫാമിലി ഡ്രാമ, സൂര്യമാനസം പോലെയുള്ള, ഒട്ടനിരുന്നാൾ ആരോഗ്യശ്രീമാൻ പോലെയുള്ള ഫാമിലി ഡ്രാമ. അദ്ദേഹം എൻ്റെ സിനിമയല്ല, അങ്ങനെയുള്ള സിനിമകൾ. പിന്നെ കോമഡി ആയിട്ടുള്ള സിനിമകൾ, മുളുകെട്ട കോഴി അല്ലെങ്കിൽ തിരുത്തൽവാദി, അങ്ങനെയുള്ള സിനിമകൾ. പിന്നെ സിംഹാലം മേനോൻ. പിന്നെ ലവ് ആയിട്ടുള്ള ആണെങ്കിൽ ഇപ്പം നമ്മൾ തമ്മിലുള്ള സിനിമ. അതുപോലെ അത്യാവശ്യം ഹൊററായിട്ടുള്ള സിനിമയും ചെയ്തിട്ടുണ്ട്, കെമിസ്ട്രി. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഉള്ളൊരു എല്ലാ വെറൈറ്റി സിനിമകളും ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഒരു പ്രത്യേക ജോണിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ കോമഡിയെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആക്ഷനെ ചെയ്യുള്ളൂ, അങ്ങനെയില്ല. നമുക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോൾ ആ സബ്ജക്റ്റ് എന്താവശ്യപ്പെടുന്നു അതനുസരിച്ചാണ് സിനിമ ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി. പിന്നെ ഭാഗ്യത്തിന് എൻ്റെ ആദ്യ സിനിമ ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമയായിരുന്നു. അടുത്ത സിനിമ കോമഡിയും ആക്ഷനും ചേർന്നായിരുന്നു. അങ്ങനെയൊക്കെ ഒരു മിക്സഡ് അപ്പ് വന്നിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ മണിരത്ന സിനിമകൾ കാണുമ്പോൾ അദ്ദേഹത്തിനെയാണെന്ന് മനസ്സിലാവുന്ന രീതി ഉണ്ടല്ലോ, ഷാജി കൈലാസ് സിനിമകൾ കാണുമ്പോൾ മനസ്സിലാവുന്ന രീതി ഉണ്ടല്ലോ. അതിനൊരു സിഗ്നേച്ചർ ഉണ്ടാക്കാനുള്ള ശ്രമമില്ലാതെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയില്ല. നമ്മൾ ആ സിനിമയാണ്, ആ സിനിമ എന്താവശ്യപ്പെടുന്നു, ആ കഥ എന്താവശ്യപ്പെടുന്നു, അങ്ങനെ ചെയ്യണം. അല്ലാതെ ഇപ്പൊ ഞാനൊരു കോമഡി സിനിമയിൽ ഷോർട്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ടെക്നോളജി വെച്ചിട്ട് കളിച്ചിട്ട് കാര്യമില്ല. അത് പെർഫോമൻസ് ആണ്. കോമഡി സിനിമ എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആണ്. ആ പെർഫോമൻസിനുള്ള അവർ അവസരം കൊടുക്കുക എന്നുള്ളത്. അല്ല അതിനകത്ത് ഒരു സീനിൽ 100 ഷോട്ട് കട്ട് ചെയ്ത് അപ്പോൾ അതിന്റെ ഫ്ലോ പോകും. കോമഡി എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ആണ്. അതുപോലെ ഈവൻ നമ്മളൊരു സെന്റിമെന്റൽ സീൻ എന്ന് പറയുമ്പോൾ സെന്റിമെന്റൽ സീനും പെർഫോമൻസിനാണ് ഇമ്പോർട്ടൻസ്, ഷോർട്സിനല്ല. പക്ഷെ ഒരു ആക്ഷൻ സിനിമ വരുമ്പോൾ ഷോർട്സിനാണ് ഇമ്പോർട്ടൻസ്. ആ ഷോർട്സിലൂടെ വേണം ആ സിനിമ ആ ആക്ഷൻ രംഗത്തെ നമുക്ക് കൊഴുപ്പിക്കാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള എൻ്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ആക്ഷൻ ഓറിയന്റഡ് സിനിമകൾ ആ രീതിയിലായിരിക്കും, കോമഡി സിനിമകൾ അതിൻ്റെതായ രീതിയിലായിരിക്കും. ഇപ്പോൾ ഫാമിലി സെന്റിമെന്റ്സ് ആണെങ്കിൽ അങ്ങനെ ആ രീതിയിലായിരിക്കും.
അല്ലാതെ എൻ്റെതായ ഒരു സിഗ്നേച്ചറിന് വേണ്ടി ഞാൻ സിനിമ ചെയ്യാറില്ല. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ ഊണ് കഴിക്കാൻ നേരത്ത് ടി വിയിൽ ഒരു സിനിമ കാണുക, അത് കണ്ടുകൊണ്ട് ഒരു സിനിമ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുക, അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ വളരെ റെയറാണ്. അതായത് ഒരുപാട് കഥാപാത്രങ്ങളും അവരുടെ ഇടയിലെ തമാശകളും, എന്നാൽ വളരെ നർമ്മപ്രധാനമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ നടക്കുന്നതാണ് നമുക്ക് തോന്നുന്ന റിലേറ്റബിൾ ആയിട്ടുള്ള സിനിമകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമയാണ് ആരോഗ്യ ശ്രീമാൻ, അവിട്ട തിരുനാൾ ആരോഗ്യ ശ്രീമാൻ എന്നുള്ള സിനിമ. അപ്പോൾ അതിൽ തന്നെ ഒരു വളരെ രസമുള്ള ഒരു സീക്വൻസ് ഉണ്ട്. എപ്പോൾ കോഴി ഇറച്ചി വാങ്ങിച്ചാലും ഇയാൾ വരുന്നു എന്നുള്ളത്. അങ്ങനത്തെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അങ്ങനത്തെ മനുഷ്യരെ ശപിച്ച് അതിഥികളെ ക്ഷണിക്കേണ്ടി വരുന്ന കുടുംബങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ കഥകളുണ്ടല്ലോ. അതായത് ശരിക്കും നാട്ടിൽ നടക്കുന്ന, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പം സിംഹവാലൻ മേനോനിൽ പോലും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ആട്ടിൻപാല് മാത്രം കുടിക്കുന്ന ഒരു മനുഷ്യൻ, അതൊക്കെ വളരെ വളരെ പുതിയ തരത്തിലുള്ള ക്യാരക്ടറൈസേഷൻ ആയിരുന്നല്ലോ. അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ സർ പേഴ്സണലി മിസ് ചെയ്യുന്നുണ്ടോ? ആ സിനിമകൾ അന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കാലാവൃത്തിയായിട്ട് ഇപ്പോഴും ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഗാഗ മെഡിക്കൽസ് എന്നല്ലേ വേണ്ടത്, ജി മെഡിക്കൽസ് എന്നൊക്കെ പറയുന്ന രസകരമായിട്ടുള്ള കൗണ്ടറുകൾ അന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അത് കാലാതീതമായി നിലനിൽക്കണം. അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയല്ല. എൻ്റെ സിനിമകളെല്ലാം ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന പറയാം, എഹെഡ് ഓഫ് ടൈമാണ് പല സിനിമകളും. ഇപ്പോൾ ഈവൻ നഗരങ്ങൾ ചെന്ന് രാപാർക്കാം എന്ന സിനിമ എടുത്തു നോക്കൂ. അത് ഇന്നും ആ സിനിമയ്ക്ക് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് സിനിമകൾ ഇതുപോലെ, ഞാൻ എല്ലാ സിനിമകളും ഇങ്ങനെ കാണും. തിയേറ്ററിൽ അധികം പോകാറില്ല, ഇടയ്ക്കിടയ്ക്ക് പോകും. തിയേറ്ററിൽ തന്നെ കാണണമെന്നുള്ള സിനിമകൾ തിയേറ്ററിൽ കാണും. അല്ലാതെല്ലാം OTP വരുമ്പോൾ കാണാറുണ്ട്. ഈ അതിൽ വരുമ്പോൾ കാണുമ്പോൾ ഇപ്പോൾ ഈ പല സിനിമകളും, പല ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പല കോമഡി സിനിമകളും നോക്കുമ്പോൾ, ഇപ്പോൾ ആട് 3 എന്ന സിനിമ ഞാൻ ഇപ്പോൾ കണ്ടു. അത് നഗരങ്ങൾ ചെന്ന് രാവാർക്കാവിലെ പല സീക്വൻസുകളും അതിനകത്ത് സാമ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൽ നിന്ന് എടുത്തു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിപ്പോഴും എഹെഡ് ഓഫ് ടൈം നിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാടോടി മന്നൻ എന്ന സിനിമയിൽ അതിൻ്റെ ക്ലൈമാക്സ് രംഗം എന്ന് പറയുന്നത് ഒരു അനധികൃതമായി ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് പൊളിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ബിൽഡിംഗ് പൊളിക്കാൻ വേണ്ടിയിട്ട് നഗരഹൃദയത്തിലുള്ള ഒരു ബിൽഡിംഗ് പൊളിക്കുക. അപ്പോൾ അത് സാധാരണ രീതിയിൽ പൊളിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞ് അങ്ങനെ വലിയ ഇഷ്യൂ ഉണ്ടാവുകയും, അങ്ങനെ അത് ഈ കൺട്രോൾ ഡെമോളിഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ സിസ്റ്റം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അപ്പം അത് അങ്ങനെ ഒരു സാധനം ആലോചിക്കുകയും അത് ആ സിനിമയിൽ വർക്കൗട്ട് ചെയ്തു. പക്ഷെ ഒരുപാട് പേരന്ന് പറഞ്ഞത്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങളില്ല, ഇതൊക്കെ വളരെ വളരെ ഇതായിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞൊരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം രാവിലെ എനിക്ക് എൻ്റെ പൂജ കാര്യങ്ങളൊക്കെ ഉള്ളപ്പം എൻ്റെ മൊബൈലിൽ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, സൈലന്റ് ആയിരിക്കും. നോക്കിയപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് വിളിക്കുന്നു, മനോരമയിൽ നിന്ന് വിളിക്കുന്നു, പല പ്രധാനപ്പെട്ട ചാനലുകളിൽ നിന്ന് വിളിക്കുന്നു. അപ്പം എന്താണെന്നറിയില്ല, എന്താ പ്രശ്നം അറിയില്ലല്ലോ. ഞാൻ നേരെ തിരിച്ച് വിളിച്ചാൽ പറഞ്ഞു, സാർ അറിഞ്ഞില്ല. ഞാനില്ല, സാറൊന്ന് TV ഓൺ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ കാണുന്നത് എന്താ, നമ്മുടെ മരടിലെ ഫ്ലാറ്റ് പൊളിക്കുകയാണ്. ഇതേ സിസ്റ്റം വെച്ചിട്ടാണ് പൊളിക്കുന്നത്, ഇതേ കൺട്രോൾ ഡെമോളിഷൻ. അപ്പം രസം എന്ന് കഴിഞ്ഞാൽ ആ TV ഫ്രെയിമിൻ്റെ ഒരു സൈഡിൽ റിയൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഡെമോളിഷനും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ നാടോടി മന്നനിലെ ആ സീക്വൻസും ആയിട്ടിരിക്കുന്നത്. അപ്പം അതുപോലെ അത് 6-7 വർഷത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു 2012 മറ്റാണ് ആ സിനിമ നാടോടി മന്നൻ. ഇത് 19-ലോ 20-ലോ ആണെന്ന് തോന്നുന്നു ഈ ഒരു പൊളിപ്പിക്കലാണ്. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതേ സിനിമയുടെ, അപ്പൊ ഇവരെല്ലാവരും എന്നെ വിളിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും എൻ്റെ ബൈറ്റ് വേണം. അപ്പം ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ ഓരോ ചാനലിലും എല്ലാ ചാനലിലും ബൈറ്റ് കൊടുത്തു ഇതിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞ അത് ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ എഹെഡ് ഓഫ് ടൈം നിൽക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ പല സിനിമകളിലും അങ്ങനെ ഒരു ഭാഗ്യമാണ്. അത് നമ്മുടെ കഴിവോ അല്ലെങ്കിൽ നമ്മളങ്ങനെ പ്ലാൻ ചെയ്തതോ ഒന്നുമല്ല, പക്ഷെ അതൊരു ഭാഗ്യത്തിൻ്റെ പേരിൽ വരുന്നതാണ്. ഇപ്പം പറഞ്ഞ പല സിനിമകളും ഇന്നും ഇപ്പം നമ്മൾ വെറുതെ എടുത്ത് യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ കോമഡി എന്ന് പറഞ്ഞ് വരുന്ന സിനിമകളിൽ പലതിലും കോമഡി ബിറ്റ്സ് എൻ്റെ സിനിമകളിലെ ഇതാണ്. ഇന്നലെ ഞാൻ വെറുതെ നോക്കിയപ്പോഴത്തേക്കും, ഇന്നലെ മറ്റേ നഗരങ്ങൾ ചെന്ന് രാവാർക്കാമിലെ ഒരു സീക്വൻസ്, ഇത്രയും ഭക്ഷണം അങ്ങനെ കഴിക്കുന്നു, അതിൻ്റെ ഒരു ഹെഡിങ് കൊടുത്തിട്ട് അത് കൊടുത്തിരിക്കുന്നു. അപ്പം അതുപോലെ ഇപ്പം ജഗതിയിലെ സംഭവങ്ങൾ അതുപോലുള്ള ഓരോ സിനിമകളിലെയും ചിത്രവാദിയിലെ ചില സീക്വൻസുകൾ. അപ്പോൾ അത് നമുക്കൊരു വളരെ സന്തോഷമാണ്. ഇപ്പോഴും നമ്മുടെ സിനിമ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് നമ്മളെവിടെയും ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പലരും ചെല്ലുമ്പോൾ ഇന്ന സിനിമകളല്ലേ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പോലും നമുക്കിപ്പോഴും, ഞാനിപ്പോൾ സിനിമ ചെയ്ത ശേഷം 13 വർഷമായി. 13 വർഷമായി ഞാൻ സിനിമ ചെയ്തിട്ട്. ഇപ്പം ഈ 13 വർഷത്തിന് ശേഷവും ഇപ്പോഴും എൻ്റെ സിനിമകൾ ആൾക്കാർ മനസ്സിലുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. ഈ ടെക്നോളജിയുമായിട്ട് ചേർന്ന് നിന്ന് പോകാനും, അല്ലെങ്കിൽ ഇപ്പോൾ മലയാളികൾക്ക് അധികം അറിയാത്ത കാര്യമാണ്, ഏറ്റവും അധികം സന്തോഷവനായിട്ട് വർക്ക് ചെയ്ത ചുരുക്കം ചില മലയാളം ഡയറക്ടേഴ്സിൽ ഒരാളും കൂടിയാണ് സാർ.
ഇപ്പൊ പക്ഷെ ഒരുവിധപ്പെട്ട എല്ലാ സിനിമകളും ടെക്നോളജിയായിട്ട് അത്രയും ചേർന്ന് നിൽക്കും, ടെക്നിക്കലി ഭയങ്കര അപ്ഡേറ്റും ആയിരുന്നു ആ സിനിമകളൊക്കെ തന്നെ. അതിനെന്താ ശരിക്കും പ്രേരിപ്പിച്ചത്? അതിനെന്തായിരുന്നു ഇൻഫ്ലുവൻസ്? ഫോറിൻ സിനിമകൾ കാണുമായിരുന്നോ, അതോ അന്ന് കാലത്തെ ഏറ്റവും ടോപ്പ് ടെക്നീഷ്യൻസ് ആയ ഇപ്പൊ ശ്രീകർ പ്രസാദ് ഒക്കെ ആയിട്ടുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള സംസാരങ്ങൾ, കോൺവെർസേഷൻസ് ആണോ ഹെൽപ്പ് ചെയ്തത്? എന്താ ശരിക്കും ഹെൽപ്പ് ചെയ്തത്? സത്യം പറഞ്ഞാൽ ഏറ്റവും കുറച്ച് ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ഓക്കെ. വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ. പണ്ട് കാലത്ത് കാണും, ഇപ്പം ഞാൻ കാണാറില്ല. സത്യമാണത്. കാര്യം മറ്റൊന്നുമല്ല, ഞാനങ്ങനെ അതിലൊന്ന് കാണാനുള്ളൊരു അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ഒരിക്കലും ഇംഗ്ലീഷ് സിനിമകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും നമ്മളൊന്നും ഒരിക്കലും ഒരു കാര്യവും ഞാൻ വെൽ പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യാറില്ല. നമ്മുടെ ഒരു ലൊക്കേഷൻ ചെല്ലുമ്പോൾ അവിടെ എന്ത് തോന്നുന്നു അത് മനസ്സിൽ തോന്നുന്നു ചെയ്യാന്നുള്ളതാണ്. അത് അപ്പം തോന്നിക്കുന്നത് ചെയ്യും. അല്ലാതെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഷോർട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ ലൊക്കേഷൻ ഇന്നൊരു സിനിമയും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പല സിനിമകൾക്കും സ്ക്രിപ്റ്റും പൂർണ്ണമായിട്ടുണ്ടാവാറില്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും, ആ ലൊക്കേഷൻ വെച്ചായിരിക്കും മിക്കവാറും അതൊന്ന് ഇംപ്രൂവൈസ് ചെയ്യുക. മിക്കവാറും എല്ലാ സിനിമകൾക്കും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ 1-2 സിനിമകൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം റൈറ്റർ കൂടെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ആ സിനിമ അപ്പം ആ സീക്വൻസ് ഉണ്ടാവും, ആ വൺ ലൈൻ ഉണ്ടാവും. ആ സിനിമയിലെ ഡയലോഗ്സ് പോലും നമ്മൾ ആ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും എഴുതുന്നത്. നമ്മൾ ഒരു ലൊക്കേഷനിൽ എന്തൊക്കെ സാധ്യതകളുണ്ട്, ആ സാധ്യതകൾ വെച്ചിട്ടായിരിക്കും ആ സീൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സീൻ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് ലൊക്കേഷൻ ചെന്നാൽ നമ്മൾ സെറ്റ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ മനസ്സിലുള്ള സെറ്റ് നമുക്ക് ഇടാം. അതല്ലെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ആ ലൊക്കേഷനിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഷോട്ട് വെക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പം നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലത് വല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വല്ലാത്ത ഒരു ഇതുണ്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ അവിടെ ചെന്നിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതിങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. അപ്പോൾ ആ രീതിയിലാണ് മിക്കവാറും എൻ്റെ എല്ലാ സിനിമകളുടെയും ഒരു പാറ്റേൺ നടന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, ഇപ്പൊ ബഡാദോസിൽ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ഒരു മഴയത്ത് മുഖത്ത് ക്യാമഫ്ലാഗ് പോലെ 3 ലൈൻസ് വരച്ചിട്ട് ഒരു വലിയ ഓവർ കോട്ട് ഇട്ടിട്ട് ഒരു ബൈക്കിൽ വന്നിട്ട് സുരേഷ് ഗോപി ഒരുപാട് പേര് വധിക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും കുറച്ച് വർഷങ്ങൾ ബഡാദോസിന് തന്നെ കുറച്ച് വർഷങ്ങൾ മുമ്പ് പണീഷർ എന്നുള്ള പേരിലൊരു ഒരു മാർവൽ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതിന് ഏകദേശം ഇതേപോലെ കോസ്റ്റ്യൂംസ് അത് അങ്ങനെ തന്നെയാണ് ആളുകളെ വധിക്കുക, പണിഷ് ചെയ്യുക എന്നുള്ളതിനാണ് ആ ക്യാരക്ടറിനെ പ്രത്യേകത. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും ഈ ലുക്കും ഈ പണിഷർ. അപ്പൊ ഞാൻ വിചാരിച്ചു, പക്ഷെ ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു അത്. നമ്മളതിന് മുമ്പ് അങ്ങനെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ ആളുകളെ വധിക്കാൻ മുമ്പ് ഇവിടെ 3 ലൈൻസ് ഒക്കെ വരച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഫ്രെയിംസിനും ഇപ്പൊ ആക്ഷൻ സെറ്റ് പീസസിനും ഒക്കെ ഉള്ള ഇൻസ്പിറേഷൻ എവിടുന്ന? അപ്പൊ ഇതെങ്ങനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പുതിയതായിരിക്കും, അത് എവിടുന്ന മനസ്സിലാവുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ സിനിമ കണ്ടിട്ട് എടുത്തൊന്നുമില്ല. നമ്മള് അത് ആളിനെ പെട്ടെന്ന് മനസ്സിലാവരുത്, പക്ഷെ ഒരു പ്രത്യേക രൂപം വേണം, ക്യാപ്പ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു ലൈൻ വരച്ചതാണ്, അല്ലാതെ ഞാൻ ആ സിനിമ കണ്ടിട്ട് വരച്ചതല്ല. അത് ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഇപ്പോ ആളുകൾ പലപ്പോഴും എടുത്തു പറയുന്ന ഒരു സിനിമയാണ് സത്യമേവ ജയതേ എന്നുള്ളത്. അതിൽ ആ ക്യാരക്ടറിനുള്ള ഒരു പവർ, അതിനുള്ളൊരു ഈ പറഞ്ഞ ആൽഫ മെയിൽ സ്വഭാവം, ഇപ്പം ഇതിനുള്ള അധികാരമൊക്കെ കൊടുത്ത് ഇതിനു വേണ്ടിയിട്ട് നീ എണ്ണി ഇതിന് തിരിച്ച് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ വന്നിട്ട് കൃഷ്ണകുമാറിനെ ഇടിക്കുന്ന സീക്വൻസ്, വില്ലന്റെ മേക്ക് ഓവർ, ഓരോരോ ഗെറ്റപ്പ് ചേഞ്ച്, വില്ലന്റെ ബാക്ക് സ്റ്റോറി പറയുന്നത്, അതിന് ദാവൂദ് ഇബ്രാഹിമിന്റെ ക്യാരക്ടറുള്ള ചെറിയൊരു സാമ്യം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് വളരെ വളരെ വെൽ റിട്ടൺ ആയിട്ട് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അതുപോലെ ലാപ്ടോപ്പിനകത്ത് ബോംബ്, ഒരു ലാപ്ടോപ്പ് ഒരു ലാപ്ടോപ്പ് കിട്ടാൻ പറ്റുന്ന പാട് നമുക്കെന്നറിയാം. ലാപ്ടോപ്പ് ഇല്ല, ലാപ്ടോപ്പ് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പൊ 2000-ലാണ് ഈ പറയുന്നത്, 1999-ലാണ് അതും ചോദിക്കുന്നത്. അപ്പൊ ഈ ടെക്നിക്കൽ അപ്ഡേഷൻ ഉണ്ടല്ലോ, അതായത് അതുവരെ കാണാത്ത രീതിയിൽ അതിനെ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഓരോ ടൈമിലുള്ള ലുക്ക് ചേഞ്ച്, സിദ്ദിഖയുടെ ലുക്ക് ചേഞ്ച്, അതിലുപയോഗിച്ചിട്ടുള്ള ആംഗിൾസ്, സത്യമേവയ്ക്ക് വേണ്ടി മാത്രം ഒരു പ്രിപ്പറേഷൻ, അതിന് പുതിയൊരു കൈൻഡ് ഓഫ് സിനിമ ഉണ്ടാക്കണം, അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിദ്ദിഖിന്റെ ക്യാരക്ടർ ഉണ്ടാകുന്ന ഷൂട്ടിങ് 2 ദിവസം മുമ്പാ. അതായത് അതിന് ആദ്യം ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് മൊത്തം ഷൂട്ടിങ് 2 ദിവസം മുമ്പ് ഇരുന്നിട്ട് പൊളിക്കുകയാണ്. അതിൽ വില്ലൻ സിദ്ദിഖിന്റെ ക്യാരക്ടറേ ഉണ്ടായിരുന്നില്ല. അതിൽ ആ മെയിൻ വില്ലനായിട്ടുള്ള അയാളുടെ ക്യാരക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് ഉണ്ടല്ലോ, രഞ്ജിത്ത് എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്.
രഞ്ജിത്താണ് എൻ്റെ രഞ്ജിത്തിൻ്റെ ആദ്യത്തെ സിനിമ എൻ്റെ സിനിമയാണ് കാലാൾപ്പട. യെസ്. പിന്നെ ആദ്യത്തെ കുറേ സിനിമ രഞ്ജിത്ത് ചെയ്തിരുന്നു. രഞ്ജിത്തിൻ്റെ 2 സുഹൃത്തുക്കളാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. അലക്സ് കടവിലും ജിയയിലായിരുന്നു, രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അവരെഴുതി കഴിഞ്ഞപ്പോൾ അത് കുറച്ച് ആദ്യത്തെ എഴുത്താൻ കുറച്ച് വളവളായിപ്പോയി. അപ്പം ഞാൻ രഞ്ജിത്തിനെ വിളിച്ചു, രഞ്ജിത്ത് നമുക്കൊന്ന് ഇരിക്കണം, ഒന്ന് ഒതുക്കണമെന്ന്. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് ഞങ്ങൾ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് ഇരിക്കുന്നത്. ഇതിന് ഒരു രാത്രി കൊണ്ട് പകൽ മുഴുക്കിയ സ്ക്രിപ്റ്റ് വായിച്ചു രഞ്ജിത്ത് വൈകിട്ട് പറഞ്ഞു, ഇത് ശരിയാവില്ല, അത് പൊളിക്കണം, ഇതിൻ്റെ ഒരു വില്ലനിയൊക്കെ കുറച്ചുകൂടെ നമുക്ക് നാടൻ രീതിയിലാക്കാം എന്ന് പറഞ്ഞ് ഒരു രാത്രി കൊണ്ടാണ് അതിൻ്റെ 1 ലൈൻ പൊളിച്ചുണ്ടാക്കുന്നത്. അതായത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തലേക്ക് ദിവസം രാത്രി കൊണ്ടാണ് മൊത്തം. അതിലാണ് സിദ്ദിഖിന്റെ ക്യാരക്ടർ വരുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് സിദ്ദിഖിനെ ഞാൻ വരാൻ പറഞ്ഞു. സിദ്ദിഖ് ഞാനായിട്ട് വലിയ അടുത്ത സൗഹൃദത്തോടാണ്. വരാൻ പറഞ്ഞു. ഞാൻ അപ്പൊ സിദ്ദിഖ് കുറച്ച് ഇഷ്യൂസ് ഒക്കെ നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് സിനിമ സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ക്യാരക്ടർ ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. അപ്പം എന്നെ വേണ്ട, ഒഴിവാക്കുക, ഇപ്പം തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല. അവൻ പറ്റില്ല, നീ ഞാൻ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ അപ്പം ഇതും കൂടെ കേട്ടപ്പോൾ പുള്ളി ആ പടം വരണ്ടു. അയ്യോ ഞാൻ ചെയ്താൽ നിൽക്കത്തില്ല. ഒന്നാ സുരേഷ് ഗോപിയുടെ ആ ഫിഗറും ആ സൈസിന് മുമ്പ് ഞാൻ വില്ലനായിട്ട് ഒന്ന് ഏകത്തിൽ ഞാൻ പറഞ്ഞു ചെയ്ത് നോക്കാം, ഒരു സീൻ എടുത്ത് നോക്കാം, 1-2 സീൻ ഷൂട്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് കണ്ടു നോക്കാം, ഓക്കെ അല്ലെങ്കിൽ മാറ്റാം, വേറെ ആരും ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണത് ഷൂട്ട് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞ അപ്പം അത് പല സീനുകളും അപ്പോഴെപ്പോഴാണ് എഴുതുന്നത്. അപ്പോഴെപ്പോഴും ചില സീൻസൊക്കെ രഞ്ജിത്ത് എഴുതിയിട്ടുണ്ട്, ചില സീനുകളൊക്കെ രഞ്ജിത്ത് എഴുതിയിട്ടുണ്ട്, ബാക്കിയൊക്കെ അവർ എഴുതിയതാണ്. ചില പർട്ടിക്കുലർ സീൻസൊക്കെ രഞ്ജിത്ത് എഴുതിയ ഒരു സീൻ നമ്മൾ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് രഞ്ജിത്ത് എഴുതി തരാമെന്ന് പറഞ്ഞിരുന്നു, ക്ലൈമാക്സിനുള്ള സീൻ. അപ്പോൾ അത് ലൊക്കേഷനിൽ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് സീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതായാലും സംഭവിച്ചു കഴിഞ്ഞാൽ രഞ്ജിത്ത് അന്ന് കോഴിക്കോടാണ്. കോഴിക്കോട് മാത്രമല്ല, രഞ്ജിത്ത് സംബന്ധിച്ചോളം അന്ന് നമ്മുടെ കുതിരവട്ടം പപ്പു മരിച്ച ദിവസമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കുക രഞ്ജിത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ചെയ്യുക രഞ്ജിപ്പിക്കുക, നമ്മുടെ ഷൂട്ടിങ്ങിലൊക്കെ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് രഞ്ജി മാറി കാറിപ്പോയിരുന്നിട്ട് ഒന്ന് എഴുതിയെടുത്തോളാമെന്ന് പറഞ്ഞ് പുള്ളി ഫോണിൽ പറഞ്ഞിട്ട് ഇപ്പുറത്തെ ഞാൻ കേട്ടിട്ട് പറഞ്ഞു കൊടുത്ത് വേറെ ആളെ കൊണ്ട് എഴുതിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അത് ഇതൊന്നും നമ്മുടെ ഒരു കഴിവോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് പല സിനിമകളും നമ്മുടെ ട്രാക്കിൽ വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മുടെ സിനിമകളൊന്നും അങ്ങനെ ഒരു വലിയ അട്ടർ ഫ്ലോപ്പായി പോയിട്ടില്ല. ഇന്നും സിനിമകൾ, ഈ പല സിനിമകളും ഇന്നും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നു. അതൊരു ഭാഗ്യം തന്നെയാണ്. ഒരു ഗുഡ് വിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അതൊരു ഭാഗ്യം എന്ന് ഞാൻ പറയത്തുള്ളൂ. ആ പടം പർട്ടിക്കുലർലി 1-2 കാര്യം കൂടി ചോദിച്ചോട്ടെ. എങ്ങനെ ഒരു വില്ലനൊരു തീം സോങ് കൊടുക്കാം, വില്ലന് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് കൊടുക്കാം, ചിൽമണി താളം എന്നുള്ള പാട്ട് കൊടുക്കാം, അതിനാ വില്ലൻ അസാധ്യമായിട്ട് ഡാൻസും ചെയ്യുന്നുണ്ട്. എങ്ങനെ അങ്ങനത്തെ ഒരു ഐഡിയ വന്നത്? യഥാർത്ഥത്തിൽ ആ വില്ലനായിരുന്നു പടത്തിലെ മെയിൻ വില്ലൻ. പിന്നെ അയാളെ കവറപ്പ് ചെയ്തുകൊണ്ടാണ് സിദ്ദിഖിന്റെ ക്യാരക്ടർ വന്നത്. അയാളുടെ ഒരു കേരളത്തിലെ ഏജന്റ് പോലെ സിദ്ദിഖിനെ വർക്ക് ചെയ്തു. പക്ഷെ അയാളെക്കാൾ എത്രയോ മുകളിലേക്ക് പോയി സിദ്ദിഖിന്റെ ക്യാരക്ടർ. പക്ഷെ അവസാനം വന്നപ്പോൾ അയാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അയാളുടെ ഒരു മരണവും അയാളുടെ ആ ബോംബ് സംഭവങ്ങളൊക്കെ അയാൾ തന്നെയാണ് മെയിൻ വില്ലൻ. പക്ഷെ ആ വില്ലന്റെ സബോർഡിനേറ്റ് ആണ് സിദ്ദിഖ്. പക്ഷെ സിദ്ദിഖാണ് ആ സിനിമയോടുകൂടി സിദ്ദിഖിന്റെ തലവര മാറുകയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ വില്ലനായി സിദ്ദിഖ് മാറുന്നത്. അതിനു മുമ്പ് ഒരു സിനിമയെ പോലും അയാൾ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടില്ല. കോമഡിയും അത്യാവശ്യം തമിഴ് സംസാരിക്കുന്ന തമിഴ് ടച്ചും കുടുംബമുള്ള ഒരു വില്ലൻ, അതായത് കുടുംബത്തെ കാണിക്കുന്നുണ്ട്. ദീപാവലി സെലിബ്രേഷന്റെ ടൈമിലൊക്കെയാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അത് വളരെ പുതിയതായിരുന്നു. അതായത് ഇപ്പൊ ഹിന്ദിയിലൊക്കെ നമ്മുടെ രാം ഗോപാൽ വർമ്മയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഫാമിലിയോട് കൂടി ഇരിക്കുമ്പോഴൊക്കെ അയാൾ പല കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. ആക്ച്വൽ ഗാങ്സ്റ്റേഴ്സ് അങ്ങനെയാണല്ലോ. അതുപോലത്തെ കുറെ സീക്വൻസുകളുണ്ട് സത്യമേവ ജയതേ. ആ രീതിയിൽ വളരെ സ്പെഷ്യലാണ്. ഈ ലാപ്ടോപ്പ് എങ്ങനെ കണ്ടുപിടിച്ചു? അല്ല, ലാപ്ടോപ്പ് വന്ന സമയമാണത്. അപ്പൊ അത് ലാപ്ടോപ്പ് എങ്ങനെ ഉപയോഗിക്കണം, എന്താണ് ലാപ്ടോപ്പ് എന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ അതിലൊരു സീക്വൻസ്, സലിംകുമാറിന്റെ ഒരു സീക്വൻസ് ഉണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഹരിശ്രീ അശോകൻ വെച്ചിരുന്ന വേഷമോ. അശോകനൊന്നും വരാൻ പറ്റില്ല, ഞങ്ങൾക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആരെ കൊണ്ട് ജയിക്കുമെന്ന് അറിയാതെ ആരോ നമ്മുടെ കൂടെ ഉണ്ടാരോ പറഞ്ഞ് ഇങ്ങനൊരു മിമിക്രി ചെയ്യുന്ന ഒരാളുണ്ട്, അയാളെ വിളിക്കാന്ന് പറഞ്ഞു. സലിംകുമാർ ഈ പടത്തിന് ശേഷമാണ് സലിംകുമാർ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. അപ്പൊ സലിംകുമാർ വന്നു. സലിംകുമാർ അറിയില്ല എന്തും ലാപ്ടോപ്പാണ്, ഇതെന്തോ മറ്റേ ഈ പിള്ളേർ കളിക്കുന്ന എന്തോ സാധനം എന്നുള്ള. അപ്പം സാധാരണക്കാർക്ക് ലാപ്ടോപ്പ് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അതിന് പ്രാധാന്യമില്ല. അപ്പൊ ലാപ്ടോപ്പ് അറിഞ്ഞൂടാ, അതെങ്ങനെ ഓപ്പൺ ചെയ്യും. ബാലേന്ദ്ര മേനോൻ സാർ അതിൽ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇതെന്താ സാധനം, ഇതെന്താ. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ട് ഇതെന്താ സാധനം എന്ന് വെച്ചാൽ ആൾക്കാർ കളിയാക്കില്ലേ. ഇപ്പം കൊച്ചു പിള്ളേർക്ക് അറിയാം ലാപ്ടോപ്പ് എന്താണെന്നുള്ള, ആർക്കും അറിയാം. അന്നത്തെ കാലത്ത് അതറിയില്ല. അതുകൊണ്ടാണ് അയ്യോ അത് എവർഷൈൻ മണിയണ്ണാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. മണിയണ്ണൻ എവിടുന്നോ മദ്രാസിൽ നിന്ന് എവിടുന്നോ കളക്ട് ചെയ്തെടുത്തത്. അത് അന്ന് എറണാകുളത്ത് പോലും
ഒരു ലാപ്ടോപ്പ് ഒറ്റയുള്ളൂ അല്ലേ? അതിന്റെ ഡമ്മി ഉണ്ടാക്കിയിരുന്നു, എറിയാനും പിടിക്കാനും ആയിട്ട്. ആ ഒറ്റ ലാപ്ടോപ്പേ ഉള്ളൂ. പല ഡയറക്ടേഴ്സിനും ഇപ്പോഴത്തെ സിനിമകൾ കാണുകയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനിമകൾ വിലയിരുത്തുകയും ഇപ്പോഴത്തെ സിനിമകളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇപ്പൊ പ്രിയദർശൻ സാറിനായാലും ശരി, പല ഡയറക്ടേഴ്സിനും ഉണ്ടല്ലോ. അപ്പൊ സാർ ഇപ്പോഴത്തെ സിനിമകൾ കാണുന്നുണ്ടോ? ഇപ്പോഴത്തെ സിനിമകളിൽ ഒരു ക്വാളിറ്റി ആയിട്ടും അല്ലെങ്കിൽ ഒരു ഡീമെറിറ്റ് ആയിട്ടും എന്താ മനസ്സിലാക്കുന്നത്? ഞാൻ എല്ലാ സിനിമയും കാണും. ഞാൻ ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമകൾ OTP വരുമ്പോഴാണ് കൂടുതൽ കാണുന്നത്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ തിയേറ്ററിൽ പോക്ക് കുറവാണ്. വരുമ്പോൾ കാണും. മിക്കവാറും എല്ലാ സിനിമകളും കാണുന്നുണ്ട്. മിക്കവാറും എല്ലാ ഈ അടുത്ത് അങ്ങനെ അത്ഭുതപ്പെടുത്തിയ ഒരു സിനിമ ഏതാ? ഒരുപാട് രസിച്ച സിനിമ ഏതാ? മലയാളത്തിൽ ഒരുപാട് സിനിമ. പ്രകമ്പനം എന്ന സിനിമ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് വളരെ ചെറിയ തീമാണ്, പക്ഷെ അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മോഹിനിയാട്ടം കണ്ടിരുന്നോ? മോഹിനിയാട്ടം കണ്ടിരുന്നു. മോഹിനിയാട്ടം ഭരതനാട്യത്തിന്റെ ഒരു സെക്കൻഡ് വേർഷൻ. പക്ഷെ അതിലെനിക്ക് അതിന്റെ തീമിന് വലിയ പുതുമയൊന്നും തോന്നിയില്ല. കാരണം അത് ഒരു പ്രേതത്തെ വെച്ച് ഒരു ഡെഡ് ബോഡിയെ വെച്ച് ഒരുപാട് സിനിമകൾ വന്നിട്ടുള്ളത് അതിന്റെ സംഭവം. പക്ഷെ അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറൊരു രേഖാചിത്രം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്ത. ഈവൻ ആട് 3 പോലും നല്ല സ്ക്രിപ്റ്റിംഗ് ആണ് അതിന്റെ കാര്യം. അത് ഈ പറഞ്ഞ ഈ 3 കാലഘട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഹ്യൂമർ, പക്ഷെ നല്ല രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമകൾ മിക്കവാറും എല്ലാ സിനിമയും ഞാൻ കാണാറുണ്ട്. ഈ സംഘടനാ പ്രവർത്തനത്തിൽ ഒരുപാട് ആക്റ്റീവ് ആണല്ലോ. ഇപ്പൊ ഒരു സംഘടനയുടെ ഭാഗമായതുകൊണ്ട് ഇപ്പൊ പണ്ട് ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ആ സ്നേഹം അല്ലെങ്കിൽ ഊഷ്മളത അതിനെന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടോ? ചില സോഷ്യൽ മീഡിയകളിലൊക്കെ കുറെ എതിർപ്പും തെറിവിളിയൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അത് ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം എൻ്റെ സൗഹൃദം വേറെ, സംഘടനാ പ്രവർത്തനം വേറെ. അപ്പൊ ഞാൻ സംഘടനാ പ്രവർത്തനത്തിനുണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ സൗഹൃദങ്ങൾ ഞാൻ ഇല്ലാതാക്കുന്നില്ല. പിന്നെ ഞാൻ സിനിമയെന്ന് കുറച്ചൊന്ന് വിട്ടു എന്നുള്ള സത്യമാണ്. ആ സമയത്ത് ഞാൻ സീരിയൽസ് ഒക്കെ ചെയ്തു. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു സിനിമയുടെ വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷെ അതിലെ പല കാര്യങ്ങളും നമുക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. അതായത് ഈ സെറ്റുകളിലുള്ള ഒന്നാമതൊരു സിനിമയുടെ ഒരു സീരിയസ്നെസ് വളരെയധികം പോയിരിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വളരെ സീരിയസ്നെസ് ഉണ്ട്. കാരണം ഒരു സിനിമ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ്. കാരണം ഡയറക്ടറാണ് ദ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ഇപ്പം അതൊക്കെ മാറി. മാത്രമല്ല നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരുപാട് പരിമിതികളും. പിന്നെ ഈ പറഞ്ഞ ഡിജിറ്റൽ യുഗം നല്ലത് തന്നെയാണ്, ടെക്നോളജി നല്ലത് തന്നെയാണ്. പക്ഷെ അത് നമുക്കതിൻ്റെ ഒരു സീരിയസ്നെസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പം നമ്മളൊരു സിനിമകൾ തന്നെ 2-3 ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നു, നമുക്ക് ആവശ്യം ഒരുപാട് എടുത്തിട്ട് അപ്പോൾ നമുക്ക് എന്ത് വേണം. പിന്നെ പണ്ടൊക്കെ നമ്മളൊരു 3-4 റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ടാണ് ടേക്ക് എടുക്കുന്നത്. ഇപ്പം അങ്ങനെ റിഹേഴ്സൽ പോലും ഇല്ല, നേരെ ടേക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ അടുത്ത ടേക്ക്. അപ്പം നമുക്ക് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആർട്ടിസ്റ്റിനെ പെർഫോം ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് അവരുടെ ഫൈനൽ പെർഫോമൻസ് ആയിരിക്കും അതിൻ്റെ ഒരു ഫുൾ ഔട്ട്പുട്ട് കിട്ടുക. പലപ്പോഴും നമ്മൾ ഇപ്പം അങ്ങനെ ടേക്കുകൾ കൂടുന്തോറും അവരുടെ ഔട്ട്പുട്ട് കുറയാറാണ് സാധ്യത, പ്രത്യേകിച്ചും ഹ്യൂമറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിന്നെ ഇപ്പോഴത്തെ തലമുറയുടെ ഒരു രീതി അതൊക്കെ അതുകൊണ്ടൊക്കെ ആയിരിക്കും കുറച്ചൊക്കെ വിട്ടു നിൽക്കുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരമുണ്ട്. നമ്മളെ സിനിമയിലൂടെ നമ്മൾ ആ സംസ്കാരം കൂടെ പറയണം. കാര്യം മറ്റൊന്നുമല്ല, കാരണം അടുത്ത തലമുറ കാണേണ്ട സിനിമകളാണ്. നമുക്കൊരു സംസ്കാരശൂന്യമായിട്ടുള്ള സിനിമകൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.